മുയൽ നീലത്തുരുത്തിലെ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുറുമ്പനിന്ന് നെഞ്ചത്ത് വെച്ചിലച്ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തില്ലെങ്ങോ പതുങ്ങിയല്ലോ താരക്കുളത്തുള്ളൊരാൾ ചേലക്കും വെച്ചിലച്ചെല്ലത്തിലോ ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ട് വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര് അപ്പൊ അരുൾ എന്നല്ലേ എന്താ പേര്? ആരുൾ. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? ഏത് സ്കൂളിലാണ് പഠിക്കണേ? നെന്മണിക്കര. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളോട് ഉറക്കി നീ പാട്ട് പാടി. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ തൃശ്ശൂർക്ക് പോകുമ്പോൾ ടോള് കൊടുക്കാതെ പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് പോകുന്നൊരു വഴിയുണ്ട്. അവിടെ ഒരു നല്ലൊരു മനോഹരമായിട്ടൊരു തടാകമുണ്ട്. ആ തടാകത്തിൻ്റെ തീരത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഇടയ്ക്ക് വരണതാണ്. അപ്പോൾ ടോൾ നല്ല അടിപൊളി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളും നല്ലൊരു മനസ്സിനും വയറിനും വിശപ്പടങ്ങുന്ന രീതിയിലുള്ള മോൻ്റെ അടിപൊളി പാട്ട്. ആരോൾ ഇത്ര ചെറുപ്പത്തിൽ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ പാട്ട് പാടുന്നു പറഞ്ഞു. അപ്പോൾ തന്നെ അവൻ പറഞ്ഞു അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ മൊബൈലെടുത്ത് കരോക്കെ ഓൺ ചെയ്ത് അവൻ പാട്ട് ആരംഭിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഫുഡ് നിങ്ങൾ വരുന്നവർ ഇതിലേ വരിക. ടോള് കൊടുക്കാതെ പോകുമ്പോൾ ഒരു വിഭവസമൃദ്ധമായ നല്ല ഊണ് കഴിച്ചിട്ട് പോകുക. നാടൻ ഫുഡ് മറ്റുള്ള സ്ഥലത്തൊക്കെ പോയി കഴിക്കുമ്പോൾ കെമിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കിലെ പോകുമ്പോഴൊക്കെ ഇവിടുന്ന് കഴിക്കാറുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആരോൾ ഇതാരെ പഠിപ്പിച്ച പാട്ട്? അച്ഛൻ പാടുന്ന കേട്ട് പഠിച്ചതാണ്. പിന്നെ 2-3 ദിവസം നിശാന്ത് മാഷിന്റെ വീട്ടിൽ പോയി അങ്ങനെ വന്ന് പഠിച്ചതാണ്. ഏത് ടൈപ്പ് പാട്ട് പാടാനും മുന്നേ ഇഷ്ടം? ഫാസ്റ്റ് ആണോ അതോ ഇതുപോലെ മെലഡി പാട്ടുകളാണോ? അടിച്ചുപൊളിയാണോ? ഫാസ്റ്റ്. ആരുളുടെ അമ്മയാണ് ഇവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വെക്കേഷനിൽ അവൻ മോൻ കളിക്കുന്നതിന് പകരം അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നല്ല നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. മീൻ വറുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ട മീൻ വറുക്കാൻ വേണ്ടി മുളകൊക്കെ അരച്ച് വച്ചിരിക്കുകയാണ്. ചേച്ചി, മോൻ ഇങ്ങനെ ശരിക്കും വെക്കേഷൻ ടൈമിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? അവൻ അത്യാവശ്യം പാടും. അത് കേട്ടിട്ടാണ് അവൻ പാടാൻ പഠിച്ചിരിക്കുന്നത്. അവൻ നിശാന്ത് മാഷ് സാറിന്റെ കൂടെയാണ് പാട്ട് പാടുന്നത്. അപ്പൊ ഇവൻ ഇവിടെ വെക്കേഷൻ ആയിട്ട് ഇവിടെ കുറുമ്പ് കാണിക്കണ്ടോ? അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നവർക്കൊക്കെ ഒരു പാട്ട് അല്ലെ, ഒരു മറ്റൊരു സദ്യയും കൂടി കൊടുക്കണല്ലേ പാട്ടിലൂടെ. അങ്ങനെ പാടാൻ പറയും. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വെറുതെ പറഞ്ഞാൽ അവൻ ഇങ്ങനെ പാടുമെന്നുള്ളത് അറിയില്ല. ഞാനും ഒരു കലാകാരനായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ചോദിക്കുന്നു തോന്നി. പക്ഷെ അവൻ ആ സ്പോട്ടിൽ അത് എടുത്തു. ഓക്കെ, അപ്പൊ എന്തായാലും അഭിമാനിക്കാം ആരുളിനെ പറ്റി കേട്ടോ. അപ്പൊ അരുളെ ഒരു ഹായ് പറഞ്ഞേ. ഹാപ്പി യൂട്യൂബ് ചാനലിൽ ഹായ് പറ. ഹാപ്പി ബൈജു യൂട്യൂബ് ചാനൽ ഹായ് പറ. ഓക്കെ. തലമുറ കൊച്ചുകുട്ടികൾ തൊട്ട് യുവതലമുറ വരെ ഈ രാസലഹരിയുടെയും കഞ്ചാവിൻ്റെയും മൊബൈലിൻ്റെയും അഡിക്റ്റ് ആകാതെ ഈ കളിയും ഒരു ലഹരി, സ്പോർട്സും ഒരു ലഹരിയായിട്ട് മാറട്ടെ. അപ്പോൾ മാതാപിതാക്കൾ ഈ വെക്കേഷൻ ടൈം കുട്ടികളെ അതിന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഹാപ്പി ബൈജു യൂട്യൂബ് ചാനലുണ്ട്. ഹാപ്പി ബൈജു. താങ്ക് യു.